ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 75-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, 67-ാമത്തെ സെഷന് പങ്കുവച്ചതായ ആ ഒരു 17 വയസ്സുകാരൻ പയ്യൻ്റെ ഒരു പൈശാചിക ആവാസ അനുഭവത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കുറേ ഭൂതോച്ചാട അനുഭവ പാഠങ്ങൾ നമ്മൾ ഒന്നിനു പുറകെ ഒന്നിനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ സെഷനെ സൂചിപ്പിക്കുകയുണ്ടായി, അവനിങ്ങനെ പൈശാചിക ആവാസത്തിനിരയായിട്ട് ആരാധനയ്ക്കിടയിൽ മറിഞ്ഞു വീണപ്പോൾ അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ തുറന്ന് പക്ഷേ ഉണ്ണിയില്ലാത്ത അവസ്ഥയിൽ കാണപ്പെട്ടു. ഞാൻ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളിൽ ഒറ്റ അവസരത്തിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുള്ളത്. വെറുതെ ഒരു ഭീകരമായ ഒരു കാഴ്ചയിൽ കാണാൻ ഒരു സുഖമുള്ള കാഴ്ച ആയിരുന്നില്ല. അങ്ങനത്തെ സംഭവം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മുടെ കഴിഞ്ഞ ശേഷം അല്പം ഒന്ന് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, പൊസഷൻ, പിശാചിൻ്റെ ആവാസം ഉണ്ടാകുക എന്ന് പറയുന്നതിനെക്കുറിച്ച്. പിശാചിൻ്റെ ആവാസം 2 രീതിയിലുണ്ടായി നമ്മൾ കഴിഞ്ഞ സെഷനൊക്കെ പറഞ്ഞു. പൂർണ്ണമായ ആവാസം, അപൂർണമായ ആവാസം. പൂർണ്ണമായ ആവാസത്തിൽ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് പിശാചിനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അവിടെ പിശാച് വന്ന് കയറുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളവും പിശാചിൻ്റെ സാന്നിധ്യവുമായിട്ട് സംഘർഷമൊന്നും ഇല്ലാത്തത് കൊണ്ട് സാധാരണ പിശാച് ബാധയെക്കുറിച്ച് കാണുന്നതായ ബഹളത്തിൻ്റെയോ മറിഞ്ഞു വിടലിൻ്റെയോ ഒച്ചവെക്കലിൻ്റെയോ ഒരു അനുഭവ പെരുമാറ്റം കണ്ടെന്ന് വരികയില്ല. അതിൻ്റെ ഒരു മറ്റു നല്ല ഉദാഹരണം നമ്മൾ കാണുന്നത് യൂദാസ് കറിയാത്തെയാണ് സാത്താൻ ആവസിക്കുന്നത്. എന്നാൽ അതേസമയം ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ധാരാളമായിട്ട് കാണുന്ന മറ്റ് പിശാച് ബാധിതരുടെ അനുഭവങ്ങൾ, അവിടെ ഇന്ന് നമ്മൾ ധ്യാന കേന്ദ്രങ്ങൾ, ശുശ്രൂഷ അവസരങ്ങൾ കാണുന്ന പിശാച് ബാധ ഇളകുന്ന അനുഭവങ്ങൾ, അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ആ വ്യക്തി പിശാചിനെ അറിഞ്ഞുകൊണ്ട് ശരിക്കും സ്വീകരിച്ചല്ല. ഇനി അറിവില്ലായ്മയിൽ പിശാചിനെ വിളിച്ച് കയറ്റിയിട്ടുണ്ടാവും, പിശാചിനെ ഉള്ളു തുറന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെ പാപത്തിൽ നിരന്തരം ഒഴുക വഴി പെട്ടുപോയതായിരിക്കാം, അല്ലെ ഇതിന് പൈശാചികമായ സാന്നിധ്യം ശക്തമായിട്ട് വ്യക്തിയുടെ മേൽ ആഭിചാര കർമ്മങ്ങൾ വഴി നിവേശിക്കപ്പെട്ടതായിരിക്കാം. അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, അങ്ങനെ ഒരു പുറത്തുനിന്ന് ആഭിചാരം വഴിയായിട്ട് തിന്മയുടെ അരുവി ഒരു വ്യക്തിയിലേക്ക് ബലമായിട്ട് കയറ്റിവിടാൻ പറ്റുമോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ കയറ്റിവിടാനായിട്ടൊരു വ്യക്തി സമ്മതമില്ലാതെ പറ്റുകയില്ല എന്നുള്ള വാസ്തവമാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ദൈവത്തോട് പോലും നോ എന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്താനുള്ള ശേഷി നമ്മുടെ സ്വതന്ത്ര മനസ്സ് ദൈവം തന്നിട്ടുണ്ട്. വെളിപാട് 3 ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും സ്വരം കേട്ട് തുറന്നു തന്നാൽ എന്നൊക്കെ വചനം പറയുന്നിടത്ത് ദൈവം നമ്മൾ തുറന്നു കൊടുക്കാതെ അകത്ത് കയറിയാൽ ദൈവം പോലും അവന് സാത്താൻ കയറുമോ? ഇല്ല. എന്നാൽ ദൈവത്തിൻ്റെ അരുവിയും സാത്താൻ്റെ അരുവിയും തമ്മിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, ദൈവം എപ്പോഴും സ്നേഹമാണ്, നന്മയാണ്. അല്ലെ മറ്റു വാക്കുകൾ പറഞ്ഞാൽ ചില വിശുദ്ധർ പറയും ദൈവം മാന്യനാണ്, മാന്യമായിട്ട് പെരുമാറുകയുള്ളൂ, അതുകൊണ്ട് ഒരിക്കലും ഇടിച്ചു കയറിയല്ല. പക്ഷെ സാത്താൻ ഒട്ടും മാന്യനല്ല. അവൻ എവിടെയാണ് ഇടിച്ചു കയറേണ്ടത് നോക്കി നടക്കുകയാണ്, അവസരം നോക്കി നടക്കുകയാണ്. എവിടെയെങ്കിലും പഴുത് കണ്ടു കഴിഞ്ഞാൽ അവന് ഇടിച്ചു കയറും, പഴുതില്ലാത്തടത്തിൽ ഉണ്ടാക്കാൻ കയറും, നുണ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പഴുതുണ്ടാക്കാൻ നോക്കും, അതിക്രമിച്ച് കയറും. ഇതെല്ലാം കള്ളന്മാരുടെ രീതി. ഈശോ പറഞ്ഞ കള്ളൻ വരുന്ന കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ഈ ഒരു ശൈലി സാത്താനുണ്ട്, പൈശാചികൾക്കുണ്ട്. അതുകൊണ്ട് അവർ ഒരു വ്യക്തിയുടെ സമ്മതം കൂടാതെ കയറാനായിട്ട് നോക്കിയെന്ന് വരും. അപ്പോൾ എന്നാലും സമ്മതം കൂടാതെ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ കണ്ടതാണ്, നമ്മളുടെ ഉള്ളിൽ നമ്മൾ നിറച്ചെടുത്തിരിക്കുന്ന ദൈവിക ശക്തി പ്രാർത്ഥന വഴി, വിശുദ്ധമായ ജീവിതം വഴി, വിശ്വാസം വഴി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ സാന്നിധ്യം എടുക്കുക വഴി ആളുള്ള വീടായിട്ട് നമ്മളായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 12-44 ഭാഗത്തിൽ ആളൊഴിഞ്ഞ വീട് ആയിട്ട് കാണപ്പെടുമ്പോഴാണ് അശുദ്ധാത്മാവ് പോയിട്ട് വേറെ 7 കൂടെ കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തി കയറി താമസം ഉറപ്പിക്കുന്നത് എന്ന് ഈശോ പറയുന്നത്. അപ്പോൾ ആളില്ലാത്ത വീടെന്ന് പറയുന്നത് പരിശുദ്ധാത്മ സാന്നിധ്യമില്ലാത്ത ഉള്ളമാണ്, പരിശുദ്ധാത്മ ശക്തി നിറയാത്ത ജീവിതമാണ്, അഭിഷേകമില്ലാത്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി കുറച്ചൊക്കെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നുണ്ട്, കുറച്ചൊക്കെ പ്രാർത്ഥനയുണ്ട്, ഞായറാഴ്ച കുർബാനയൊക്കെ മിക്കവാറും മുടക്കുകയല്ല, അല്ലെ അത്യാവശ്യം കുദാശ ജീവിതമൊക്കെ വല്ലപ്പോഴും ഉണ്ട്, കുരിശുവരെ ഇച്ചിരിയൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ല. പരിശുദ്ധ അമ്മയെ ഗൗരിമാലാഖ സംബോധന ചെയ്യുമ്പോൾ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ. അപ്പോൾ കൃപയുടെ നിറവ് പരിശുദ്ധാത്മാ നിറവ് തന്നെയാണ്, ദൈവസ്ഥാനം നിറഞ്ഞിരിക്കുക എന്നാണ്. അങ്ങനെയല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിസ്സാരമായ വളരെ നാമമാത്രമായിട്ട് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്നൊക്കെ എഫെസ്യസ് 4 വായിക്കരുത്. നിർവീര്യമായ അവസ്ഥയിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ചെറിയൊരു കനൽ പോലെ മാത്രമേ ഉള്ളൂ.
അങ്ങനെ ജീവിക്കുന്ന ഒരു നാമമാത്ര വിശ്വാസി ആത്മീയ വ്യക്തി, ആ വ്യക്തിക്കെതിരെ ശക്തമായ ആഭിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ നടന്നാൽ ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള ദൈവശക്തിയെ മറികടന്നുകൊണ്ട് തിന്മയുടെ അരൂപിയുടെ സാന്നിധ്യമോ കടന്നുകയറ്റമോ ഒക്കെ ഒരു വ്യക്തിക്ക് വരാം. ഇങ്ങനൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മളത് ഒരു പക്ഷേ നമുക്ക് മറ്റു സെഷൻ അല്പം കൂടെ സമയമെടുത്ത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണത്. ശക്തമായ ആഭിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ ഒരു വ്യക്തിക്കെതിരെ നേരെ ചെയ്യുന്നു. അല്ലെങ്കിൽ വ്യക്തി താമസിക്കുന്ന വീട്ടിൽ മണ്ണിനടിയിൽ, മണ്ണിൽ അല്ലെങ്കിൽ നടയ്ക്ക് കീഴ്, തറയുടെ കീഴിൽ ഒക്കെ അങ്ങനെ ചെയ്തുള്ള വസ്തുക്കൾ ഇട്ടിരിക്കുന്നു. അല്ല നേരത്തെ തന്നെ പിശാചിന് അതുപോലെ പൈശാചിക കർമ്മങ്ങൾ വഴി അവകാശം കിട്ടിയ സ്ഥലത്താണ് ഈ വ്യക്തി ഇപ്പം വീട് വച്ച് താമസിക്കാൻ പറ്റും, അല്ല വാടകയ്ക്ക് താമസിക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള തിന്മയുടെ ശക്തിയെ ചെറുത്ത് നീക്കാൻ മാത്രമുള്ള പശുധർമ്മ ശക്തി ഈ വ്യക്തിയുടെ ഉള്ളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവിടെ തിന്മയുടെ ഉപദ്രവം ഈ വ്യക്തിക്ക് ഏക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ പൈശാചിക ഉപദ്രവങ്ങൾ പല വ്യക്തികളിലും പ്രകടമാകുന്നത്, കുടുംബങ്ങളിൽ പ്രകടമാകുന്നത്. അപ്പോൾ ഈ ഉടമസ്ഥത എടുത്തുകൊണ്ട് വരുന്ന അനുഭവം ഒരു വ്യക്തി അറിഞ്ഞ് പിശാചിന് സ്വയം തുറന്നു കൊടുക്കാതെ തന്നെ പിശാച് കയറുന്ന അല്ലെങ്കിൽ ഉപദ്രവത്തിന് ഇരയാകുന്ന സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ പിശാചിന് അവകാശം കിട്ടിക്കഴിയുമ്പോൾ പിശാച് എന്താ ചെയ്യുക? ഈ പിശാചിൻ്റെ ആത്യന്തികമായ നരകത്തിലേക്ക് അവനായിരിക്കുന്നിടത്ത് ഈ വ്യക്തിയെ എത്തിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് എത്തത്തക്ക രീതിയിൽ ഈ വ്യക്തിയെ ജീവിതത്തിലേക്ക് പിടുത്തം കിട്ടിക്കഴിയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഞെരുക്കം ഉണ്ടാക്കാൻ നോക്കുന്നു, രോഗങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു, മാനസിക അസ്വസ്ഥ ഉണ്ടാക്കാൻ നോക്കുന്നു, ആവശ്യങ്ങളിൽ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ, രോഗങ്ങൾ പറഞ്ഞല്ലോ, സാമ്പത്തിക മേഖല തടസ്സങ്ങൾ, മറ്റുള്ളവരുമായിട്ടുള്ള ഇങ്ങനെയെല്ലാം പലതും ഉണ്ടാക്കി മനസ്സിന് കലക്കമുണ്ടാക്കി, വൈകാരിക അസ്വസ്ഥയുണ്ടാക്കി, ആരോഗ്യത്തിന് കേടുണ്ടാക്കി, സാമ്പത്തിക മേഖലയിൽ തടസ്സങ്ങളുണ്ടാക്കി, ജീവിതത്തിൻ്റെ ഉത്തരവ് നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി, അങ്ങനെ കലക്കി ആ വ്യക്തിയെ തകർത്തെടുത്തിട്ട് ഒരു സ്റ്റേജ് വരുമ്പം ഇട്ടുകൊടുക്കുക ചിന്തയാണ്, നീ പോയി ചാക്, അവസാനിപ്പിക്കുക, അവരെയും തീർക്ക്, നീയും തീർക്ക്. ഇങ്ങനെ ഞങ്ങളുടെ ചിന്ത അവർക്ക് വരാൻ തുടങ്ങും. സാത്താൻ ഇട്ട് കൊടുക്കുന്നതാണ്. അതാണ് യുദ്ധത്തിന് അവസാനം പറ്റിയത്. അങ്ങനെ പോയി തൂങ്ങിച്ചാവുകയാണ്, സാത്താൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇപ്പം നിരാശയുടെ അവസ്ഥയെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഞെരുക്കത്തിൽ വരുന്നതിന് പകരം ഈശോയ്ക്ക് വലിയ അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ, മരണത്തോളം ഈശോ ദുഃഖം കൊണ്ട് നിറഞ്ഞ അസ്വസ്ഥയ്ക്ക് അടുപ്പെടുമ്പോൾ ഈശോ തോട്ടത്തിലേക്ക് കയറി വീണ് കടന്ന് പ്രാർത്ഥിക്കുക. കർശന തോട്ടത്തിൽ ചോര വിയർത്തും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ശക്തി എടുത്തുകൊണ്ട് സാത്താൻ്റെ ആക്രമണത്തെ ചെറുക്കുകയാണ് ഈശോ അവിടെ ചെയ്യുന്നത്. ആ രാത്രി ഈശോ അപ്പോസ്തലന്മാരോട് പറയുന്നതാണല്ലോ, നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഈശോ അങ്ങനെ ചെയ്തു. അങ്ങനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് സാത്താൻ്റെ ദുഷ്പ്രേരണകളെ മറികടക്കാനും ചെറുത്ത് വയ്ക്കാനും പറ്റാതെ വരുന്നവർ ഈ അസ്വസ്ഥതയ്ക്ക് അടിപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നിരാശയിലേക്ക് വരുന്നു, ജീവിതത്തിന് അർത്ഥമില്ലെന്നാകുന്നു, ആൾക്കാരുടെ മല്ലാകുന്നു, ജീവിക്കാൻ മേലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ സാത്താൻ പാകത്തിന് ഇട്ട് കൊടുക്കുക, ചിന്ത പോയി ചാക്, ഒരുപക്ഷെ അവരെയും കൂടെ കൊന്നിട്ട് പോയി ചാക്. എന്തിനാണ് അവർ ജീവിച്ചിരിക്കുന്നത്? ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കാണുന്ന പൊട്ടിത്തെറിക്കലുകൾ, കൊലപാതകങ്ങൾ, വെടിവെച്ചു അവരെ കൊന്നു, സ്വയം കൊന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതാണ് അവൻ്റെ ഉന്നം. അതിനുവേണ്ടി അവൻ എടുക്കുന്ന പ്രക്രിയയാണ് ഒരു ഇതിലേക്ക് അവസരം കിട്ടിക്കഴിയുമ്പം ആ വ്യക്തിയുടെ ശരീരത്തിൽ അവൻ എങ്ങനെയെങ്കിലും ഒക്കെ നിയന്ത്രണം എടുക്കാൻ നോക്കും. അപ്പോൾ നമ്മളിതിൻ്റെ പശ്ചാത്തലമായിട്ട് പറഞ്ഞതായ ഈ പയ്യൻ്റെ ഈ കണ്ണുകൾ ഉണ്ണി കാണത്തില്ലാത്ത അവസ്ഥ കണ്ണ് തുറന്നിരിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ അത്രയും നിയന്ത്രണം എടുക്കാനായിട്ട് പിശാചിന് സാധിക്കും. ശരീരത്തെ പല രീതിയിലും നമുക്ക് അതേപ്പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിശാചിന് എവിടെ അവസരം കിട്ടിയാൽ അവൻ കൊണ്ട് അത് നാശത്തിൻ്റെ മരണത്തിലെ കലാശിപ്പിക്കുകയുള്ളൂ. നമ്മളിത് സൂചിപ്പിച്ച് കഴിഞ്ഞപ്പം പന്നികൾ പ്രവേശിക്കാൻ ലഗിയോന് അവസരം ഈശോ അനുവാദം കൊടുത്തപ്പോൾ പന്നിക്ക് സംഭവിക്കുന്നത് നമുക്കറിയാം, എല്ലാം ഈ വെള്ളത്തിൽ വീണ് ചത്തു. ജോബിൻ്റെ ഭവനത്തിൽ സാത്താൻ അവസരം ദൈവം കൊടുത്തു കഴിഞ്ഞപ്പം ജോബിൻ്റെ മക്കൾ 10 പേരും കൊല്ലപ്പെടുന്നു, ദാസന്മാർ വാളിനിരയാകുന്നു. അങ്ങനെ വലിയ മരണത്തിൻ്റെ ഒരു ഘോഷയാത്ര നടക്കുകയാണ്. രണ്ടാമത് ജോബിനെ തൊട്ടേക്കരുതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ രണ്ടാമത് ജോബിൻ്റെ ദേഹത്ത് തൊട്ടോ, പക്ഷേ ജീവൻ എടുത്തേക്കരുത്. തമ്പൻ കൃത്യം പറയുകയാണ്, ജീവൻ എടുത്തേക്കരുത് എന്ന് തമ്പൻ അവിടെ എടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സാത്താൻ ജോബിൻ്റെ ജീവൻ എടുക്കും. ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം സാത്താനെ കർക്കശമായിട്ട് വിലക്കുന്നത്, ജീവന് തൊട്ടേക്കരുത്. യുവദാസന് പറഞ്ഞു കഴിഞ്ഞല്ലോ,
സാത്താൻ അവസരം കിട്ടി തൂങ്ങിച്ചതുക. ഇതാണ് സാത്താൻ്റെ ശൈലിയുടെ അവസരം. അവന് എവിടെ അവസരം കിട്ടുന്നു അവിടെയൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ കൂടി ദൈവം ചിന്തിക്കാനുണ്ടാകും. ഒരു സെഷൻ ദൈവം ചിന്തിക്കാം. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.